بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله الفائزين. أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ കൂടിക്കാഴ്ച സ്വീകരിക്കട്ടെ, നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കട്ടെ, നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നല്ല മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും അതിൽ പെട്ടിട്ടുണ്ടോ എന്ന ഒരു ആലോചനയും ഇതിന്റെ കൂടെ നമുക്ക് ഉണ്ടാവാവുന്നതാണ്. അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിനെ കുറിച്ച് ഒരു ബോധവും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം ആയുസ് കുറഞ്ഞ ഒരു ജീവിതമാണ്, മരണസാധ്യത ഏറെയുള്ള ജീവിതം. ഒന്ന് ഓർത്തു നോക്കൂ, ഒരു മനുഷ്യൻ മരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും കാരണങ്ങളും നമ്മുടെ ചുറ്റുപാട് ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഒരു പത്രത്തിന്റെ ചരമകോളം എടുത്തു കഴിഞ്ഞാൽ എത്രയോ തരത്തിലുള്ള മരണങ്ങളാണ് ലോകത്ത് ഓരോ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. വാഹനാപകടങ്ങള്, വിഷജീവികള്, ഇടിമിന്നലേറ്റത്, മാരകരോഗങ്ങള്, പ്രശ്നങ്ങൾ, പ്രയാസങ്ങള്, എത്ര തരത്തിലൊരു മനുഷ്യൻ മരിക്കാൻ സാധ്യതയുള്ള കാരണങ്ങളെ പത്രമാധ്യമങ്ങളിൽ പോലും നമുക്ക് എല്ലാ ദിവസത്തെയും വാർത്തകളിലൂടെ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ചിന്ത വരുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ മരണസാധ്യത ജീവിച്ചു പോകുന്നു എന്നതിനേക്കാളേറെ മരണസാധ്യത കൂടുതലുള്ള കുറഞ്ഞ ആയുസ്സിന്റെ പക്ഷമാണ് മനുഷ്യ ജീവിതം. കുറഞ്ഞ ആയുസ്സുള്ള ഒരു പക്ഷമാണ് നമ്മൾ. കുറഞ്ഞ ആയുസ്സേ ഉള്ളൂ. അതിൽ തന്നെ ഉള്ള ആയുസ്സിൽ മരണസാധ്യത വില്ലനായി ഇങ്ങനെ നിൽക്കുന്ന ഒരു ജീവിതം. നമ്മുടെ മുന്നിലുള്ളത് വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രമാണ്. നാളത്തേക്കുള്ള സമ്പാദ്യങ്ങൾ ധാരാളം വേണ്ടതാണ്. എന്നിട്ടും നമ്മൾ അതേക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അള്ളാഹു നമ്മെ എത്തിച്ചു തരട്ടെ, അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകട്ടെ. അപ്പോൾ ഒരു സാധാരണ ജീവിതത്തിലെ ചില അമലുകൾ നമ്മൾ ഒന്ന് പരാമർശിക്കുന്ന ഒരു ചർച്ചയായി മാത്രം ഇന്നത്തെ ക്ലാസ്സിനെ നാം ഓരോരുത്തരും പരിഗണിക്കുക. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്തും അമലിനുള്ള ഭാഗ്യവും നൽകട്ടെ. നല്ല മനുഷ്യരാണെങ്കിൽ അവർ നന്മ ചെയ്യാൻ ധൃതി കൂട്ടുമെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഞാനും നിങ്ങളും ആ നല്ലവരാണ് എങ്കിൽ നമ്മൾ അമല് ചെയ്യാൻ, നന്മ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ധൃതി കാണിക്കും. ധൃതിയിൽ അമൽ ചെയ്യുന്നല്ല, അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ധൃതിയിൽ ചെയ്യുന്നല്ല, അമൽ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരുക്കം ധൃതിയിൽ ചെയ്യും. യഥാർത്ഥത്തിൽ സ്വർഗാവകാശിയുടെ ലക്ഷണമായി തന്നെ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലേക്കുള്ള ആ ഒരുക്കം അത് വേഗത്തിലാവട്ടെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. നന്മ ചെയ്യാൻ വേഗത കാണിക്കുക, നന്മയിലേക്ക് എത്താൻ ധൃതി കാണിക്കുക എന്നത് നല്ല ലക്ഷണമാണ്. ഖുർആൻ അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നah عرضها السماوات والأرض أعدت للمتقين. അള്ളാഹുവിന്റെ പ്രീതിയിലേക്ക് നിങ്ങൾ ധൃതി വെക്കൂ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് ധൃതി വെക്കൂ, റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് ധൃതി വെക്കൂ, സമയം കളയല്ലേ. വജന്ന, അതോട് കൂടെ ചേർത്ത് പറഞ്ഞു അതേ പ്രാധാന്യത്തിൽ സ്വർഗത്തിലേക്ക് ധൃതി വെക്കൂ. സ്വർഗത്തിൽ പോവാനുള്ള കാര്യങ്ങൾ തേടിപ്പിടിച്ച് അത് ചെയ്യാൻ വൈകല്ലേ, പെട്ടെന്നാവട്ടെ എന്നാ ഖുർആൻ പറഞ്ഞത്. നമ്മൾ ധാരാളം കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളായിട്ട് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ട് ഇത് സ്വർഗത്തിൽ പോകാനുള്ളതാണ്. ഉദാഹരണം, നമ്മുടെ നിസ്കാരം, റമളാനിലെ നോമ്പ്, നമ്മുടെ തസ്ബീഹുകള്, ദിക്റുകള്. പക്ഷേ നല്ലവരുടെ ലക്ഷണം, അവർ സ്വർഗത്തിലേക്ക് പോകുന്ന ആ നല്ല മനുഷ്യന്മാരുടെ ലക്ഷണം, അവരുടെ അമലുകൾ ഇങ്ങനെ ആയിരിക്കും. പെട്ടെന്ന് അവർ അമലിലേക്ക് എത്താൻ നോക്കും, നേരം കളയില്ല. അവർക്ക് ളുഹറിന്റെ വാങ്ക് വിളിച്ചാൽ പെട്ടെന്ന് നിസ്കരിക്കാൻ കഴിയും. അവർ പിന്നെ അത് 3, 3:45, 3:50 അസറിന്റെ ബാങ്കിലേക്ക് ചേർത്ത് വെക്കാൻ അവർ നോക്കാറില്ല. അവർ വേഗം വേഗം ചെയ്യാൻ ശ്രമിക്കും. അതാണ് അവരുടെ പ്രത്യേകത. നോക്കിക്കോ, ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലികുല്ലി വിജ്ഹതുൻ ഹുവ
ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأت بكم الله جميعا إن الله على كل شيء قدير. അൽ-ബഖറയാണ് ഈ ഓതിയ ആയത്ത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ഫസ്തബിഖുൽ ഖൈറാത്ത്. മുഅ്മിനീങ്ങളുടെ ഒരു ലക്ഷണമായി മുഅ്മിനീങ്ങളെ ബോധ്യപ്പെടുത്തലായിട്ടാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വൈകല്ലേ, വേഗം അതിലേക്ക് മുൻകടന്ന് വരണേ. നമ്മുടെ കുടുംബം അങ്ങനെയാണോ? ഖുർആൻ ഒരു കുടുംബത്തെ പറയുന്നുണ്ട്. ആ കുടുംബത്തിന്റെ പ്രത്യേകത, ആ കുടുംബത്തിലുള്ള എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്നിടത്ത് വൈകാറില്ല, വേഗം ആ നല്ല കാര്യത്തിലേക്ക് വരും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാന്റെ 89-90 ആയത്തുകൾ ആ കുടുംബത്തിന്റെ പശ്ചാത്തലം പറയാണ്. ആ കുടുംബനാഥൻ വലിയ മഹാനായിരുന്നു. ആ കുടുംബനാഥൻ മിഹ്റാബിൽ നിസ്കരിക്കുന്ന സമയത്തെ പോലും ഖുർആൻ ഒരു ആയത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. മിഹ്റാബിൽ നിന്ന് ഒഴിവാവാത്ത ഒരു മഹാനായിരുന്നു സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാം. ആ മഹാന്റെ മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലം യഅസില്ലാഹ തർഫത ഐൻ, ഒരു കണ്ണ് ചിമ്മുന്ന നേരം പോലും അല്ല എന്ന വിചാരം മനസ്സിന്ന് ഒഴിവാവാത്ത, ഹിസാബ് വളരെ ലളിതമായിട്ടുള്ള മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം ആ കുടുംബത്തിലെ രണ്ടാമത്തെ അംഗമാണ്. ഈ മഹത്തുക്കളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? ഒരു നല്ല കാര്യം ചെയ്യാൻ അവരെന്താ ചെയ്തിരുന്നത്? ഖുർആൻ ആയത്തുകളിലേക്ക് നമുക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസകരിയാ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات. സക്കരിയ നബിയെ പറഞ്ഞു, മകൻ യഹ്യാ നബിയെ പറഞ്ഞു, സക്കരിയ നബിയുടെ ഭാര്യയെ പറഞ്ഞു. വഅസ്ലഹനാ ലഹു സൗജഹ, സക്കരിയ നബിക്കും മകൻ യഹ്യാ നബിക്കും ഒക്കെ അവരുടെ കുടുംബിനികളെ അല്ലാഹു സ്വാലിഹത്താക്കി കൊടുത്തു. ഇന്നഹും, ഈ ഫാമിലി മൊത്തം, കാനു, അവരുടെ പ്രത്യേകത, യുസാരിഊൻ, അവർ വേഗം റെഡിയായി വരും, ഇലൽ ഫിൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങൾക്കൊക്കെ അവർ പെട്ടെന്ന് ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നു എന്ന്. ഇത് നല്ലവരുടെ ലക്ഷണമാണ്. ഇത് സ്വർഗത്തിൽ പോകാനുള്ളവരുടെ ലക്ഷണമാണ്. ഈ പ്രധാന ലക്ഷണം നമ്മുടെ അമലുകളിൽ ഉണ്ടാവണം. നമ്മൾ അമൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അമലിന്റെ കാര്യത്തിൽ ഒരു കുറച്ച് സമയം സാവകാശം വെക്കുക. അതായത് വേഗം അതിന്റെ കാര്യങ്ങൾ ചെയ്തു വെക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ പല അമലുകളും ചെയ്യുന്നുണ്ട്. ഈ അമലുകളെ കുറിച്ച് ഒരു സ്വർഗത്തിനുള്ള യോഗ്യത ഉള്ള അമലുകളാണോ എന്ന ഒരു പരിശോധന നമ്മൾ നടത്തണം. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്, തൊബറാനി മുഅ്ജമിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ തബൂക്ക് യുദ്ധം കഴിഞ്ഞു വരുന്ന സന്ദർഭം, മഹാൻ പറയാം, അള്ളാഹുവിന്റെ ഹബീബിനെ എനിക്ക് കൂടെ കിട്ടി വലിയ സന്തോഷമായിരുന്നു. തബൂക്ക് കഴിഞ്ഞു വരുന്ന സന്ദർഭമാണ്. ആ സമയം കൂടെ പല സ്വഹാബികളുണ്ട്. പലരും പല ഇടവഴികളിൽ വെച്ച് അവരവരുടെ വീടുകളിലേക്ക് തിരിഞ്ഞു. മുത്തുനബിയോടുകൂടെ എന്റെ യാത്ര ഇങ്ങനെ തുടർന്നു. കുറെ അങ്ങ് കഴിഞ്ഞപ്പോൾ ഞാനും നബിയും മാത്രമാകുന്ന ഒരു സന്ദർഭം വന്നു. ഞാനും നബിയും തനിച്ചാകുന്ന നേരം വന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബിനോട് ഞാൻ ചോദിച്ചു, അഖ്ബിർനീ ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ചെയ്യേണ്ട അമലുകളെ കുറിച്ചൊന്ന് പറയുമോ? എനിക്ക് സ്വർഗത്തിലെത്താൻ അമലുകൾ സഹായമാകും. അങ്ങനത്തെ അമലുകൾ ഏതൊക്കെയാ ഞാൻ ചെയ്യേണ്ടത്? അമലുകൾ ചെയ്യേണ്ട രീതികളെ കുറിച്ച്, ഞാൻ ചെയ്യേണ്ട അമലുകളെ കുറിച്ചൊന്ന് പറയുമോ നബിയേ? സ്വർഗത്തിലെത്താനുള്ള അമല്, സ്വർഗം അമലിന്റെ പകരല്ല എന്നത് ആദ്യം തന്നെ മനസ്സിലാക്കണം. ഒരാളെ അമല് കൊണ്ട് സ്വർഗത്തിൽ അള്ളാഹു വിടൂല. അള്ളാഹിന്റെ കാരുണ്യം കൊണ്ടേ വിടൂ. അള്ളാഹുവിന്റെ കാരുണ്യം, സ്നേഹവും നമ്മുടെ അമലിൽ നമ്മോട് തോന്നാം. അതൊക്കെ ഒരു പ്രതീക്ഷകളാണ്. സത്യവിശ്വാസിയുടെ ജീവിതം പ്രതീക്ഷയുടെയും പേടിയുടെയും ഇടയിലാണ്. ഇതിന്റെ ഇടയിലുള്ളൊരു ജീവിതമാണ്. നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി, അള്ളാഹ് ശിക്ഷിക്കുമോ എന്നുള്ളൊരു പേടി, കിട്ടുമോ എന്നൊരു പ്രതീക്ഷ.
ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ്. അള്ളാഹു ആ മുഅ്മിനീങ്ങളുടെ ഗുണങ്ങളൊക്കെ നമുക്ക് തരട്ടെ. ഞാൻ മുത്തുനബിയുടെ കൂടെ യാത്ര ചെയ്യാണ്. ഞങ്ങൾ രണ്ടുപേരും തനിച്ചായ നേരത്ത് ഞാൻ ചോദിച്ചു, നബിയെ എനിക്ക് സ്വർഗം കിട്ടാവുന്ന അമലുകളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ, അമലിന്റെ രീതികൾ. റസൂലുള്ളാഹി പറഞ്ഞു, ബിഖ്, എന്താ മോനെ, ലഖദ് സഅൽത അൻ അലീം, മോനെ നീ ചോദിച്ചത് ചെറിയ കാര്യമല്ല. സ്വർഗത്തിലേക്ക് നിനക്ക് പോകാനുള്ള അമലിനെ കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച ഈ കാര്യം വലിയ കാര്യമാണ് മോനെ. വലിയ ഗൗരവമുള്ള കാര്യം സ്വർഗത്തിൽ പോവാന്നുള്ളത്. നമ്മൾ പറയാറുണ്ട്, ചിലപ്പോ 4 കാര്യം ചെയ്താൽ സ്വർഗത്തിൽ പോവാം, 3 കാര്യം ചെയ്താൽ സ്വർഗത്തിൽ പോകാം. ഒരു പെണ്ണ് 4 കാര്യം ചെയ്താൽ അവൾക്ക് സ്വർഗമാണ്. ആ പെണ്ണ് അവളുടെ ഫർളിന്റെ 5 വഖത്ത് കൃത്യമായി നിസ്കരിച്ചാൽ, വസ്വാമത്ത് ശഹ്റഹ, അവളുടെ റമളാനിനെ അവൾ കൃത്യമായി പുലർത്തിയാൽ, പിന്നെയോ അഹ്സനത ഫർജഹ, സൗന്ദര്യത്തെ ഹറാമിൽ പ്രദർശിപ്പിക്കാതിരുന്നാൽ, പിന്നെയോ ത്വാഅത്ത് ബഅലഹ, അവളുടെ ഭർത്താവിനെ അവൾ അക്ഷരാർത്ഥത്തിൽ വഴിപ്പെട്ടാൽ, നന്മയുടെ കാര്യത്തിലൊക്കെ വഴിപ്പെട്ടാൽ, ഫൽതദ്ഖുലിൽ ജന്ന, അവൾക്ക് സ്വർഗത്തിൽ കടക്കാം. ബി അയ്യി ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ ഏത് വാതിലിലൂടെയും കടക്കാം. ഔ കമാ ഖാൽ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 4 കാര്യം ചെയ്ത പെണ്ണിന് സ്വർഗമുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ സ്വർഗമുണ്ട് എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ അമലുകൾ, ചെറിയ ടിപ്പുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് ചെയ്താൽ സ്വർഗം, ഇത് ചെയ്ത സ്വർഗം. റസൂലുള്ളാഹി പറയാണ്, സ്വർഗത്തിലേക്ക് പോകുന്ന അമലിനെ കുറിച്ച്, മുആദ് ഇബ്നു ജബലേ, നീ ചോദിച്ചത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഞാനതിനെ വലിയ ഗൗരവമായിട്ടാണ് കാണുന്നത്. കാരണം സ്വർഗത്തിലേക്കുള്ള അമൽ എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. വഹുവ യസീറുൻ അലാ മൻ യസ്റഹുല്ലാഹു അലൈഹി, അള്ളാഹു എളുപ്പം കൊടുക്കാതെ ഒരാൾക്ക് ആ കാര്യം എളുപ്പമാവൂല. അങ്ങനെയാണ്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്, നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾക്ക് അള്ളാന്റെ സഹായം കിട്ടുമെന്ന് ഖുർആൻ. പക്ഷേ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഹൃദയത്തിൽ അള്ളാനെ ഭയമുള്ളവർക്ക് അല്ലാത്ത എല്ലാവർക്കും നിസ്കാരം പ്രയാസം. എന്നാ നിസ്കരിക്കാൻ വല്ല പാടുണ്ടോ? നിസ്കരിക്കാൻ ഒരു പാറമട കോറിയിൽ പോയിട്ട് കരിങ്കല്ല് പൊട്ടിക്കുന്ന ഭാരമൊന്നുമില്ലല്ലോ. ഒരു കിണർ കുഴിച്ച് അതിൽ നിന്നും വെള്ളം കോരിയെടുക്കുന്ന ഭാരമില്ലല്ലോ. എടുത്ത് താങ്ങാൻ കഴിയാത്ത നമുക്ക് ചുമന്നു കൊണ്ടുപോകാൻ പറ്റാത്ത വലിയ ഭാരമുള്ള വസ്തു ചുമട് ആയി എടുക്കുന്ന ഭാരമല്ലല്ലോ നിസ്കാരം. കഠിനമായ വെയിലിന്റെ തീഷ്ണമായ ചൂടിൽ നിന്നുകൊണ്ട് റബ്ബിന് സാഷ്ടാംഗം സമർപ്പിക്കാൻ കരിങ്കല്ലിന്റെ പുറത്ത് തന്നെ വേണം എന്ന് പറയുന്ന ക്ലേശകരമായ സംവിധാനം അല്ലല്ലോ നിസ്കാരം. നിസ്കാരം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ നടുവിലാണ് നിർവഹിക്കേണ്ടത്, വെള്ളത്തിന്റെ മുകളിലാണ് അങ്ങനൊന്നും പ്രയാസപ്പെടേണ്ട സംവിധാനം അല്ലല്ലോ നിസ്കാരം. വളരെ ലളിതം, ഇത്രയും തുച്ഛമായൊരു പണി. പക്ഷേ അത് മനസ്സിൽ ഭയഭക്തി ഇല്ലാത്തവർക്ക് ഭാരമാണ്, ആസ്വദിക്കാൻ കഴിയൂല. ആസ്വാദനം ഉണ്ടെങ്കിൽ, അത് മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ അത് വലിയ എളുപ്പമുള്ള കാര്യമാണ്. മനസ്സിന് സന്തോഷമുള്ള ആപേക്ഷിക സിദ്ധാന്തം ലോകത്ത് ആവിഷ്കരിക്കപ്പെടുമ്പോൾ ശാസ്ത്ര ലോകത്ത് അതേക്കുറിച്ചുള്ള പല ചർച്ചകളുണ്ടായപ്പോൾ ഒരു നാടൻ ശൈലിയിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ അതിനെ കൊടുത്ത മറുപടി, ഒരു പ്രണയിനിയായ പെണ്ണ് തന്റെ കാമുകിയെ ഒരാൾ കണ്ട് സംസാരിക്കുമ്പോൾ ഏറെ നാളെത്തി കണ്ട് സംസാരിക്കുന്ന കാമുകിയുടെ മുന്നിൽ അവന്റെ സമയം പോകുന്ന അവൻ അറിയുന്നില്ല. എന്നാൽ ചുട്ടുപഴുത്തു നിൽക്കുന്ന ചട്ടിയിൽ തന്റെ കൈവിരൽ അമർത്തി വെച്ചാൽ, ആ പഴുത്തു നിൽക്കുന്ന ഇരുമ്പിന്റെ ചട്ടിയിൽ കൈവിരൽ വെച്ചാൽ ആ വെച്ച സെക്കൻഡുകൾക്ക് അവന് വർഷങ്ങളുടെ, മാസങ്ങളുടെ, മണിക്കൂറുകളുടെ ദൈർഘ്യത പോലും അനുഭവപ്പെടും. കാരണം ആദ്യം പറഞ്ഞ കാമുകിയോട് സംസാരിക്കുക എന്നത് ആസ്വദിച്ച് ചെയ്യുന്ന പ്രവർത്തനവും, രണ്ടാമത് പറഞ്ഞത് ക്ലേശത്തോടെ, ഭാരത്തോടെ ചെയ്യുന്ന പ്രവർത്തനം. അവിടെ സമയത്തിൽ മാറ്റങ്ങളില്ല. കമിതാവിനോട് സംസാരിച്ച 1 മിനിറ്റ് എന്നതും ചട്ടി ചൂടായോടത്ത് വെച്ച 1 മിനിറ്റ് എന്നതും മിനിറ്റിൽ 60 സെക്കൻഡ് എന്നതിൽ വ്യത്യാസമല്ല. അനുഭവത്തിൽ രണ്ടും എത്രയോ അകലങ്ങളിൽ, കാലങ്ങളിൽ വകതിരിച്ചു കഴിയാൻ പറ്റാത്ത വിധം, ആ സമയത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അനുഭവത്തിൽ വ്യത്യസ്തമായി വരുന്നു. കാരണം ആദ്യത്തേത് ആസ്വാദനമായിരുന്നു, രണ്ടാമത്തേത് ക്ലേശമായിരുന്നു, വേദനയായിരുന്നു. നിസ്കാര ആസ്വാദനായാൽ എത്ര നിസ്കരിച്ചാലും അറിയൂല, നിസ്കാരത്തിന്റെ പ്രയാസങ്ങൾ അനുഭവപ്പെടൂല. സ്വർഗവാസിയുടെ അമലുകൾ അങ്ങനെയാണ്.
ഹബീബ് പറഞ്ഞു, മോനെ, ഒരു അമൽ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോവുക എന്നത് ക്ലേശമാണ്. പക്ഷെ അള്ളാഹു എളുപ്പം കൊടുത്തിട്ടുള്ള ആ ഭാഗ്യവാന്മാർക്കൊഴിച്ച് അള്ളാഹു നമുക്ക് എളുപ്പം നൽകട്ടെ. അള്ളാഹു എളുപ്പം നൽകട്ടെ. അങ്ങനെ സ്വർഗത്തിലേക്ക് പോവാൻ ചെയ്യേണ്ട അമലുകൾ ഇതൊക്കെയാണ്. തുഖീമുസ് സ്വലാത്തൽ മക്തൂബ. മുആദ് ബിൻ ജബലെ കൃത്യമായി ഫർള് നിസ്കാരത്തെ ഉത്തരവാദിത്തത്തോടുകൂടെ നിർവഹിക്കാം. വതുഅദ്ദിസ് സകാത്തൽ മഫ്റൂള. ഫർളായ സകാത്ത് നിർവഹണത്തിൽ സാമ്പത്തിക രംഗത്തിൽ കൃത്യത പുലർത്തുക. പിന്നെ പറഞ്ഞു, വതൽഖല്ലാഹ ലാ തുശ്രിക് ബിഹി ശൈആ. പടച്ച റബ്ബിനോട് ശിർക്ക് വെക്കാതെയും ജീവിക്കാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളല്ലേ. സ്വർഗത്തിൽ പോകാൻ ഇതൊക്കെ മതി എന്നാ മുത്തുനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയുന്നു, മോനെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ കൂടുതൽ നന്മ ഇനിയും നിനക്ക് ചെയ്യണമെങ്കിൽ ഖൈറിന്റെ കവാടത്തിലേക്ക് നിന്നെ എത്തിക്കുന്ന ഇനി ഇതിനപ്പുറമുള്ള നന്മകൾ വേറെയുമുണ്ട്. ഒന്നാമത് പറയട്ടെ, അത് നോമ്പാണ്. സുന്നത്ത് നോമ്പുകൾ എടുക്കാം. സുന്നത്ത് നോമ്പുകൾ എടുക്കാം. പക്ഷേ ശ്രദ്ധിക്കണേ, സുന്നത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ചെറുതായി കാണേണ്ടതല്ല. അസ്സൗമു സുന്ന. നിനക്ക് നേരിടാനുള്ള, നീ അഭിമുഖീകരിക്കാനുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ മുഴുവനും നിന്റെ സുന്നത്ത് നോമ്പുകൾ നിനക്ക് പരിചയമായി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പിന്നെ ചെയ്യാവുന്ന കാര്യമാണ് സദഖ. വഖിയാമുൽ അബ്ദി ഫീ ജൗഫിൽ ലൈലി യുകഫിറുൽ ഖതായ. പിന്നെ ചെയ്യാൻ കഴിയുന്നത് പാതിരാവിലെ നിസ്കാരങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ. മറക്കല്ലേ, നമ്മൾ ഈ പറയുന്നത് സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി ചെയ്യേണ്ട പ്രത്യേക അമലുകൾ. സ്വഹാബിയോട് മുത്തുനബി പറയാം, നമ്മൾ ചെയ്യുന്ന അമലൊക്കെ തന്നെയാണിത്. തഹജ്ജുദ് നിസ്കരിക്കാം. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ രാത്രിയിലെ ആ നിസ്കാരത്തെ പ്രശംസിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞ ആയത്തും കൂടി ചേർത്ത് വെച്ചു. സൂറത്ത് സജദയുടെ 16-ാമത്തെ ആയത്തും കൂടി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അപ്പൊ നമ്മൾ കുറച്ച് അമലുകൾ പറഞ്ഞു. ഫർള് നിസ്കാരം, ഫർളായ നോമ്പ്, അതുപോലെ തന്നെ ശിർക്ക് വെക്കാതെയുള്ള ജീവിതം, അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ, സ്വതക്ക, രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം അടക്കമുള്ള നിസ്കാരങ്ങൾ. ഇങ്ങനെ ഒരു 5-6 തരം അമലുകൾ പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് സ്വർഗത്തിലേക്ക് ഒരാളെ എത്തിക്കുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെ ഈ പ്രശ്നമുള്ളത്? കേട്ടോ, ഇത് കഴിഞ്ഞ ആകാംക്ഷയിൽ നിൽക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയാ, തബൂക്ക് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. എല്ലാരും കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓരോ വഴിക്ക് തിരിഞ്ഞു പോയി അവരവരുടെ വീട്ടിലേക്ക്. കുറെ ദിവസമായി പോയിട്ടേ, ഞാൻ നബിയും തനിച്ചായ സമയത്താണ് ഈ സംഭാഷണം നടക്കുന്നത്. അപ്പൊ എന്നോട് നബി പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, അവലാ അദുല്ലുക അലാ അംലകി ദാലിക ലക കുല്ലി. ഈ പറഞ്ഞ നീ ചെയ്യുന്ന നിസ്കാരം ഫർള്, നിസ്കാരം സുന്നത്ത്, സുന്നത്തായ നോമ്പ്, ഫർളായ നോമ്പ്, അതുപോലെ നീ ചെയ്യുന്ന സർവ്വ നല്ല കാര്യങ്ങളും ഒന്നും തന്നെ നഷ്ടപ്പെടാത്ത അവസ്ഥയിൽ നിനക്ക് നാളെ പരലോകത്ത് കിട്ടാൻ ഇതിനെ എല്ലാത്തിനെയും സൂക്ഷിച്ചും ഇതിനെല്ലാത്തിനെയും കാവൽ നൽകിയും നിർത്തുന്ന മറ്റൊരു കർമ്മവും കൂടിയുണ്ട്. അത് ഞാൻ നിനക്ക് ഇതിന്റെ കൂടെ പറഞ്ഞു തരാം എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അവലോകനം ചെയ്യുക, ജീവിതത്തിൽ ഈ പറഞ്ഞ നന്മയൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. മുആദ് ഇബ്നു ജബലെ ഈ പറഞ്ഞ നന്മ നീയും ചെയ്യണം. ഇതൊക്കെ തന്നെയാ സ്വർഗത്തിലേക്കുള്ളത്. അദ്ദേഹത്തോട് പറഞ്ഞ, മഹാനോട് പറഞ്ഞ അതേ നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അതിലും കൂടുതലുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് ശാശ്വതമായി കിട്ടാൻ മുത്തനബി പറഞ്ഞു, ഒരു കാര്യവും കൂടി ഇതിന്റെ കൂടെ ഉണ്ടായാൽ ശാശ്വതമായിട്ട് ചെയ്യുന്ന നിസ്കാരവും നിർവഹിക്കുന്ന നിസ്കാരവും എടുക്കുന്ന നോമ്പും ഒക്കെ കൃത്യമായി നമുക്ക് ആഖിറത്തിൽ കിട്ടാൻ ഒരു കാര്യവും കൂടി ഉണ്ട്. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഈ സാധാരണ ഒരു മുസ്ലിം ജീവിതത്തിലെ എല്ലാ ആമലും പറഞ്ഞിട്ട് പറയാണ് ഇതൊക്കെ നാളെ അവിടെ കിട്ടണമെങ്കിൽ ഒരു കാര്യവും കൂടി ഉണ്ട്. ആ ഒരു കാര്യം നമുക്കില്ല. അത്യാവശ്യം നിസ്കരിച്ചാൽ മതി, അത്യാവശ്യം നോമ്പ് പിടിച്ചാൽ മതി. ആ ഫർളായ കാര്യങ്ങളും അതിനോട് ഒപ്പം കൊണ്ടുവരേണ്ട അനുബന്ധ സുന്നത്തുകളും കൊണ്ടുവന്നാൽ തന്നെ അടിസ്ഥാനപരമായ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു യോഗ്യത ഉണ്ട് ഒരാൾക്ക്. പക്ഷെ അതിന്റെ കൂടെ ഇനി പറയാൻ പോകുന്ന കാര്യവും കൂടി നീ ചേർക്കണം മുആദേ എന്ന് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവലാ അദുല്ലുക അലാ അംലകി ദാലിക ലക കുല്ലി.
ഈ പറഞ്ഞതൊക്കെ നിനക്ക് നാളെ കിട്ടാനുള്ള ഒരു കാര്യവും കൂടി ഇതിന്റെ കൂടെ വേണം. ഞാൻ അങ്ങാമ്പരന്നു ഇനിയും ഒരു കാര്യം, ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന, ഞാൻ നിർവഹിക്കുന്ന നിസ്കാരത്തെ അമലിന്റെ കൂലി നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്ന, ഞാൻ എടുക്കുന്ന നോമ്പിന്റെ കൂലി എനിക്ക് നഷ്ടപ്പെടാതെ അതിനെ സംരക്ഷിക്കുന്ന, ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും സദഖകളും പ്രതിഫലം നഷ്ടപ്പെടാതെ എനിക്ക് സൂക്ഷിച്ചു നിർത്തുന്ന, അതിനെ കാവൽ നിൽക്കുന്ന മറ്റൊരു കാര്യവും കൂടി ഉണ്ടല്ലോ, ഉണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി. പെട്ടെന്നതാ ഒരു സംഘം ആളുകൾ ഇടവഴിയിൽ വെച്ച് മുത്തുനബിയുടെ മുന്നിലേക്ക് വരികയാ. ഇടവഴിയിൽ വെച്ച് പെട്ടെന്നൊരു സംഘം ആളുകൾ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ വന്ന ആളുകൾ ഒരു സംഘം ആളുകൾ എത്തി. അവര് വന്നുകൊണ്ട് മറ്റു പല കാര്യങ്ങൾ, ഇതുമായൊന്നും ബന്ധമില്ലാത്ത ആഭ്യന്തരമായ പല കാര്യങ്ങളും ചോദിച്ചു, മനസ്സിലാക്കി. ഞാൻ പേടിച്ചു. ആ വന്നവര് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നബിയെ സമയം കളഞ്ഞ് എന്റെ മുന്നിൽ നിന്നും കൊണ്ടുപോകുമോ എന്ന് ഞാൻ ഭയന്നു. ഞാൻ ചെയ്യുന്ന അമലുകളെ താങ്ങി നിർത്തുന്ന, പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന, എന്നെ സ്വർഗത്തിലെത്തിക്കാൻ ഞാൻ ചെയ്യുന്ന അമല് മാത്രം മതി എന്ന് പറഞ്ഞോടത്ത് ഇനി ചേർക്കാൻ ഒന്നുകൂടി ഉണ്ടെന്ന് പറഞ്ഞ ആ കാര്യം എനിക്ക് അറിയുന്നതിന് മുന്നേ നബിയെ ഇവര് കൊണ്ടുപോകുമോ എന്ന് ഞാൻ ഭയന്നുപോയി. പെട്ടെന്ന് അവരവിടെ നിന്നും പോവുകയും റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനുമായി ഏകാന്തതയിലെത്തുകയും ചെയ്തു. ഞങ്ങൾ രണ്ടാളും ഫ്രീ ആയി. വന്നവരവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പോയി. ഇപ്പൊ ഞാൻ നബിയും മാത്രമേ ഉള്ളൂ. അപ്പൊ നബിയോട് ഞാൻ ചോദിച്ചു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ് ഖൗലുക അവലാദുല്ലക അലാ അംലക ദാലിക ലക കുല്ലി, ഞാൻ ചെയ്യുന്ന എല്ലാ സാധാരണ അമലുകളും കൂലി നഷ്ടപ്പെടാതെ ആഖിറത്തിൽ വലിയ വിധത്തിൽ തന്നെ അതെനിക്ക് ലഭിക്കാൻ, അതിന്റെ കൂടെ ചേർക്കാൻ മറ്റൊരു കാര്യമുണ്ടെന്ന് അങ്ങ് പറഞ്ഞു. അത് പറഞ്ഞു തരാന്നും പറഞ്ഞു. അതെന്താ നബിയെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ റസൂൽ അപ്പോഴും അത് പറയല്ല ചെയ്തത്, ആ കാര്യത്തെ സൂചിപ്പിക്കുക ചെയ്തത്. അവിടുത്തെ കൈകൊണ്ട് ആ കാര്യത്തെ സൂചിപ്പിച്ചു. അത് പറയാ, ആ സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള രഹസ്യമുണ്ട്. സൂചിപ്പിച്ചു, എവിടേക്ക് സൂചിപ്പിച്ചു? നാവ് നീട്ടിപ്പിടിച്ചിട്ട് നാവിലേക്ക് ഇത് ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് നാവ് നീട്ടിയിട്ട് ഇങ്ങനെ സൂചിപ്പിച്ചു, മോനെ ഇതുകൂടി സൂക്ഷിക്കണേ, എന്നാൽ ആ നിസ്കരിച്ച നിസ്കാരമായിട്ട് നമുക്ക് കിട്ടൂ, അനുഷ്ഠിച്ച നോമ്പായിട്ട് നമുക്ക് കിട്ടൂ, നമ്മൾ ചെയ്ത സ്വതക്കയായിട്ട് കിട്ടൂ. അതിനെന്ത് ചെയ്യണം? ഇത് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ് നാവ് കൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും പറയൂല എന്ന പ്രതിജ്ഞ വേണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാവേലേക്ക് സൂചിപ്പിച്ചു. നാവിലേക്ക് സൂചിപ്പിക്കാത്തത് നാവെന്ന് പറയാ പോലും ചെയ്തില്ല. കാരണം വർത്താനം പറയുന്നോടത്തത് സൂചിപ്പിക്കൽ തന്നെയാണ്. പറയൽ കുറയ്ക്ക, വർത്താനം കുറയ്ക്ക എന്ന മെസ്സേജ് കൊടുക്കുന്നോടത്ത് ആ നാവ് എന്നുള്ളടത്ത് നാവിന്റെ ഉപയോഗം ഒന്നും പറയാതെ നാവിലേക്ക് കൈകൊണ്ട് ചൂണ്ടിയുള്ളൂ, നാവ് എന്നുള്ള വാക്കുപോലും പറയാതെ. അത്രത്തോളം നമ്മുടെ അമലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ഇതൊക്കെ അനുകരിച്ചേ പറ്റൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളത്തേക്ക് പോവാൻ. നമ്മളൊക്കെ പണ്ട് ഒരു ദൂര യാത്ര പോകുമ്പോൾ, ഇപ്പൊ ഈ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആർക്കും യാത്ര തന്നെയല്ല, ഒരു ദൂര യാത്ര പോകുമ്പോൾ അത്യാവശ്യം കഴിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതിന്റെ കൂടെ കരുതാറുണ്ട്. ഉദാഹരണം, നമ്മൾ ഈ ഉംറക്കൊക്കെ പോകുമ്പോൾ ആ സമയത്ത് ഉംറക്ക് കൂടെയൊക്കെ വരുന്ന ആളുകള് കായ വറുത്തത്, ചക്ക വറുത്തത്, കപ്പ വറുത്തത്, ഇങ്ങനെ പലതും കൊണ്ടുവരും, ചിപ്സുകൾ കൊണ്ടുവരും. എന്നിട്ടോ ഉംറയുടെ ഇടയിലുള്ള ഭാഗത്ത് സിയാറത്തിനോ മറ്റോ പോകുന്ന നേരാണെങ്കിൽ എന്ത് ചെയ്യും, വണ്ടി ഇരിക്കുമ്പോൾ വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പെട്ടി പൊട്ടിച്ച് അത് ഓരോന്നും ഇങ്ങനെ കൊടുക്കും. യാത്രയിൽ കൊണ്ടുപോകുന്ന ഒരു ഭക്ഷണം എല്ലാവരുടെയും കയ്യിലുണ്ടാവും. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഞങ്ങളുടെ വല്ലുപ്പായൊക്കെ ഹജ്ജിന് പോകുന്ന കാലഘട്ടത്തിൽ പൂരപ്പൊടിയും അരിയും മറ്റുള്ള കറി വെക്കാനുള്ള സാധനങ്ങളും അച്ചാറും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ശീലം കണ്ടിരുന്നു. അങ്ങനെ പല പ്രാവശ്യം പലരുടെയും കണ്ടിട്ടുണ്ട്, പല കാലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഒരു യാത്രയാകുമ്പോൾ നമുക്ക് അനുഭവമില്ലാത്തൊരിടത്തേക്ക് പോകുമ്പോൾ ഒരു ഭക്ഷണത്തിന്റെ ഒരു കരുതൽ എപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നാളെ നമുക്ക് മഹ്ശറയിലേക്ക് പോകുമ്പോൾ അങ്ങനെ കരുതാൻ എന്ത് ഭക്ഷണം നമ്മുടെ കയ്യിലുള്ളത്? ഇതുപോലൊക്കെ തന്നെയല്ല അതും. ഒരു യാത്രയാണ്, വലിയ യാത്ര. ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണം, ഒരുപാട് സമയം അവിടെ ചെലവ് ചെയ്യണം. അവിടുന്ന് വേറൊന്നും കിട്ടാനില്ല. കിട്ടാനുള്ള ഇടം ദുനിയാവായിരുന്നു. അങ്ങനെയുള്ള ഒരിടത്തേക്ക് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു ഭക്ഷണം വേണം. അങ്ങനെ പോകുമ്പോൾ കൊണ്ടുപോകാൻ ഭക്ഷണമുണ്ട്. ഹസൻ ബസ്രി തങ്ങൾ പറയുന്നുണ്ട്,
മഹാനായ താബിഈങ്ങളിൽ വലിയ പണ്ഡിതനായ ഹസൻ ബസ്രി തങ്ങൾ പറയുന്നു, അങ്ങനെ ഒരാൾ പരലോകത്തേക്ക് പോകുമ്പോൾ അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ 4 തരം ഭക്ഷണമുണ്ട്. ഒന്നാമത്തെ ഭക്ഷണം കേട്ടോ, അർബഉൻ മിൻ സാദിൽ ആഖിറ അസ്സൗമു സിഹ്ഹത്തുൻ നഫ്സി. ഒന്നാമത്തേത് നോമ്പാണ്, രണ്ടാമത്തേത് സദഖയാണ്, മൂന്നാമത്തേത് നമ്മുടെ ഫർദ് നിസ്കാരത്തിന്റെ ഉത്തരവാദിത്തത്തോടുള്ള നിർവഹണമാണ്, നാലാമത്തേത് നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്തുള്ള കരച്ചിലാണ്. ഇങ്ങനെ 4 കാര്യങ്ങൾ പറഞ്ഞു. ഈ 4 കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അതിന്റെ സവിശേഷതയും പറഞ്ഞു. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു അത് നമുക്ക് ശരീരത്തിന് ആരോഗ്യമുള്ള കാര്യവും കൂടിയാണ്. സിഹത്തുൻ നഫ്സാണ്, ശരീരത്തിന് ആരോഗ്യം നൽകും നോമ്പ്. സദഖയുണ്ടല്ലോ, ഒരു മനുഷ്യനും അവൻ ചെന്ന് ചേരേണ്ട നരകവും തമ്മിൽ മറ സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേകമായ അമലാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അടിമ റബ്ബിലേക്ക് അടുക്കുന്ന കർമ്മമാണ്. അതുപോലെ തന്നെ 4ാമത് പറഞ്ഞത് ഒരു മനുഷ്യൻ അവൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്തുള്ള കരച്ചിലാണ്. അവന്റെ പാപങ്ങൾ അത് പൊറുക്കും, പാപങ്ങൾ പൊറുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ 4 അമലുകൾ, 4 ഭക്ഷണങ്ങൾ ആഖിറത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുണ്ട്. നമ്മുടെ സാധാരണ ജീവിതത്തില് നമ്മൾ ചെയ്യുന്ന അമലുകളുടെ കൂടെ നമ്മൾ തെറ്റ് ചെയ്യില്ല എന്ന ഒരു ശബദത്തിൽ, ഒരു പ്രതിജ്ഞയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആഖിറവും രക്ഷപ്പെട്ടു, ദുനിയാവും രക്ഷപ്പെട്ടു. അല്ലാതെ ഒരുപാട് നമ്മൾ ചെയ്യുന്ന അമലുകൾ അടിസ്ഥാനമില്ലാതെ ചെയ്യുന്നതിനേക്കാളും അടിസ്ഥാനത്തോടുകൂടെ കുറച്ച് ചെയ്താൽ മതി. 40 ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത്. 40 ദിവസം നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊന്നും ചെയ്യാതെ, ഒരു തെറ്റ് ചിന്തിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, ഒരു തെറ്റ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ 40 ദിവസം എല്ലാ അമലുകളും കൃത്യമായി ചെയ്തു, ഒരു ഫർളും വിട്ടിട്ടില്ല. ഫർള് വിട്ടുകളയ എന്നുള്ളത് തെറ്റാണ്. സുന്നത്തുകളും പരമാവധി എടുത്ത് കുറെ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ആയിട്ട് 40 ദിവസം നമ്മളൊന്നും അങ്ങോട്ട് ഒരുങ്ങിയ നമുക്ക് ബോധ്യപ്പെടും. നമുക്ക് ബോധ്യപ്പെടും, പലതും ബോധ്യപ്പെടും. ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മൻ അഖ്ലസൽ ഇബാദത ലില്ലാഹി 40 യൗമാ. 40 ദിവസം ഒരാൾ ഇഖ്ലാസോടുകൂടെ റബ്ബിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ജീവിച്ചു, അവന്റെ എല്ലാ ഇബാദത്തായി, അവന്റെ എല്ലാ കാര്യങ്ങളും ഇബാദത്തായി. എന്നാൽ അള്ളാഹുവിനോടുള്ള ഭയപ്പാടിൽ നിന്നും വരുന്ന ഹിക്മത്തിന്റെ വർത്തമാനം വന്നു അവന്റെ ഹൃദയത്തിൽ നിന്നും, അവന്റെ നാവിൽ എത്തിക്കഴിഞ്ഞെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നമ്മുടെ നാവിൽ നല്ല വർത്താനങ്ങൾ വരും. 40 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മഹാന്മാരായ പല ഔലിയാക്കന്മാരുടെയും ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന പലതും അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഹിക്മത്തിന്റെ വർത്തമാനങ്ങളാണ്. ലുക്മാനുൽ ഹക്കീമിന്റെ ഒക്കെ ജീവിതത്തിൽ ഈ ഹിക്മത്ത് മാത്രം നിറഞ്ഞു നിന്നതാ. ഹക്കീം എന്ന പദവി ലുക്മാന് മാത്രമുള്ളതല്ല, എല്ലാ മഹാന്മാരിലും ആ ഒരു പദവി കാണാൻ കഴിയും. പക്ഷെ ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആ മഹാനെ ഹക്കീമുകളുടെ ഇടയിൽ ഏറ്റവും വലിയ ഒരാളായി ചിത്രീകരിക്കുകയാണ്. എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സാധ്യമാകും 40 ദിവസം കൊണ്ട്. നമ്മുടെ അമലുകളിൽ നമുക്ക് വരുത്താൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ. നമ്മൾ സ്വർഗാവകാശിയാണെങ്കിൽ, നമുക്ക് സ്വർഗത്തിൽ പോവാനാണെങ്കിൽ 40 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അമലാണ് നമ്മുടെ ഇബാദത്തുകളെ എല്ലാം കൃത്യമായി ക്രോഡീകരിച്ച് കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ സത്യസന്ധതയും ആത്മാർത്ഥതയും അതോടൊപ്പം തെറ്റുകളെ ഒഴിവാക്കിയിട്ടുമുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ പരമാവധി നമ്മൾ അങ്ങോട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ 40 ദിവസം കൊണ്ട് നമുക്ക് ബോധ്യപ്പെടും സ്വർഗാവകാശിയാണോ അല്ലയോ എന്ന്. നമ്മുടെ വർത്താനത്തിൽ തന്നെ മാറ്റങ്ങൾ വരും, നമുക്കറിയാൻ കഴിയും. ഹൃദയത്തിന്റെ വെളിച്ച നാവിലൂടെ പൂത്തുലയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുന്നത് ഫലിക്കും, പറയുന്നത് ഫലിക്കും. നമ്മൾ ദുആ ചെയ്താൽ ഉത്തരമുണ്ടാകും. 40 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാറ്റങ്ങളാണിത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എത്ര നന്മ ചെയ്താലും ചില മനുഷ്യന്മാർക്ക് മാനസികമായ ഒരു ഉയർച്ച കിട്ടാതെ വരുന്നുണ്ട്. എത്ര നന്മ ചെയ്താലും നന്നാവാത്തവരുണ്ടല്ലോ, എത്ര നന്മ ചെയ്തിട്ട് നന്നാവാത്തവരുണ്ട്. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് 3 വിഭാഗം ആളുകളെ എത്ര നന്മ ചെയ്താലും മാനസികമായി അവർക്ക് ഉയരാൻ കഴിയില്ല. 3 വിഭാഗം ആളുകൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ, നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരവസ്ഥ ഉണ്ടോ എന്നൊക്കെ ആലോചിക്കാവുന്നതാണ്.
3 വിഭാഗം ആളുകൾ എത്ര നന്മ ചെയ്താലും അവർക്ക് മാനസികമായി ഉയരാൻ കഴിയില്ല. മഹാന്മാർ പഠിപ്പിക്കാണ്. ഒന്നാമത്തെ വിഭാഗം അൽ മുസ്തഗ്ഹിൽ ബിഉയൂബിന്നാസ്, ജനങ്ങളുടെ പോരായ്മ തേടി നടന്ന് അതിന്റെ പിന്നാലെ കൂടുന്ന ആളുകൾ. കേട്ടോളൂ, മഹാന്മാര് പഠിപ്പിക്കുകയാണ്. 3 വിഭാഗം ആളുകൾ യസ്റഊന ലിഅൻഫുസിഹിം ഫിൽ ഖുലൂബിൽ മഖ്ത, അവർ അവരുടെ ജീവിതത്തിൽ സമ്പാദിക്കുന്നതൊന്നും ഉപകാരപ്പെടുന്നില്ല. അവർ കൃഷി ചെയ്യുന്നുണ്ട്, അവരുടെ ഹൃദയത്തിൽ കൃഷി ചെയ്യുന്നത് ഫലപ്പെടാത്ത വിത്തുകളാണ് കൃഷി ചെയ്യുന്നത്. പിന്നെയോ വയൂജിബൂന സഖ്ത, അല്ലാഹുവിന്റെ കോപത്തെ ഈ 3 വിഭാഗം നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വയഖ്ദിമൂന മാ യബ്നൂൻ, ഈ 3 വിഭാഗം നിർമ്മിക്കുന്നത് മുഴുവനും സ്വന്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കണ കൊമ്പ് വെട്ടാന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. 3 വിഭാഗം ആളുകളുണ്ട്, അവർക്ക് ഒരിക്കലും മാനസികമായി ഉയരാൻ കഴിയില്ല. ഒന്നാമത്തെ വിഭാഗം ജനങ്ങളുടെ പോരായ്മയുടെ പിന്നാലെ നടക്കും. അവിടെ എന്തായിരിക്കും അത്, അയാൾ എന്തായിരിക്കും ഇങ്ങനെ, അയാൾ ഗൾഫിൽ പോയി കുറെ പണം ഉണ്ടാക്കിയത് കട്ടുകൊണ്ട് വന്നതാ, അതറിയാൻ വേണ്ടി ഇവൻ കുറെ അന്വേഷണങ്ങൾ നടത്താൻ, മറ്റുള്ളവന്റെ പോരായ്മകൾ തേടി നടക്കുക, അത് പ്രചരിപ്പിക്കുക, മറ്റുള്ളവന്റെ കുറ്റവും കുറവും അന്വേഷിക്കുക. അങ്ങനെയുള്ള ആള് ഒരിക്കലും മാനസികമായി ഉയരൂല, അവന്റെ അമല് കൊണ്ട് ഒരു ഗുണവുമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ നാളെ അവിടെ കൊടുക്കാനുണ്ടാവുള്ളൂ. താൻ ചികഞ്ഞന്വേഷിച്ചതും വേദനിപ്പിച്ചതുമായ വ്യക്തിക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗം ജനങ്ങളുടെ പോരായ്മ കുറ്റവും കുറവും തേടി നടക്കുന്ന ഈ വിഭാഗമാണ്. രണ്ടാമത്തെ വിഭാഗം അൽ മുഅ്ജിബു ബിനഫ്സിഹി, താൻ ഒരു വലിയ ആളാന്നൊരു തോന്നല് ഉണ്ടാവാം. സ്വന്തം ശരീരത്തെ ഒരു സംഭവമായി കാണുന്നവർ, സ്വന്തം ജീവിതത്തെ, സ്വന്തം വ്യക്തിത്വത്തെ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് കാണുന്ന ആളുകൾ. സ്വയം പൊങ്ങുക എന്നൊക്കെ പറയും. സ്വയം പൊങ്ങല് അങ്ങനെ ആ രീതിയിലല്ല. സ്വയം പൊങ്ങല് ചിലപ്പോൾ നിഷ്കളങ്കത കൊണ്ടൊക്കെ വന്നു പോകും. അതല്ല, താൻ വലിയൊരാളാണെന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ ധ്വനിയിൽ സ്വന്തത്തെ പ്രകീർത്തിക്കുന്നവർ, സ്വന്തത്തെ വലിയ വലിപ്പത്തിൽ കാണുന്നവർ, അവർക്കൊരിക്കലും മാനസികമായിട്ട് ഉയരാൻ കഴിയില്ല. മറ്റുള്ളവന്റെ സങ്കടങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷെ അവന്റെ മനസ്സ് അലിഞ്ഞു എന്ന് വരൂല, ഇബാദത്തിൽ ഇഖ്ലാസ് ഉണ്ടായെന്ന് വരൂല. കാരണം അവന്റെ കിബറുള്ളിൽ നിന്ന് പോവണ്ടേ. മൂന്നാമത്തെ വിഭാഗം അൽ മുറാഇ ബിഅമലിഹി, ചെയ്യുന്ന അമലുകൾ ആളുകൾ കാണണം, ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതിനായി ചെയ്യുന്നവർ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ വിഭാഗം അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്കൊരു അവലോകനം നല്ലതാണ്, നമ്മൾ എവിടെയാ നിൽക്കണെന്ന്. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട് ഇടക്കിടക്ക്. ഇമാം ഗസ്സാലി അവിടുത്തെ ഇഹ്യായിൽ പറയുന്നുണ്ട്, സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു പറയൂത്രേ, ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങളുടെ ശരീരത്തെ നാളെ അള്ളാന്റെ മുന്നിൽ വെച്ച് കണക്ക് കൂട്ടി അവതരിപ്പിക്കുന്ന ഹിസാബുണ്ട്. ആ ഹിസാബിന് മുന്നേ സ്വന്തം ശരീരത്തിന്റെ ഹിസാബിനെ അവനവൻ വിലയിരുത്തണേ. വസിനു ഖബ്ല അൻ തുസനു, നിങ്ങളുടെ അമലുകളെ തൂക്കി നോക്കുന്ന ഒരു നേരം വരുന്നുണ്ട്. അതിനു മുന്നേ നിങ്ങളുടെ അമലുകളെ നിങ്ങൾക്ക് തന്നെ തൂക്കി നോക്കാവുന്നതാണ്. മാത്രവുമല്ല അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ അവിടെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഇപ്പോഴേ ഒരുങ്ങണേ എന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഗവർണറായിരുന്ന അബൂ മുസ്അ അശ്അരി റളിയല്ലാഹു അൻഹുവിന് മഹാനവറുകൾ കത്തെഴുതുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അബൂ മുസ്അ അശ്അരി, ഹാസിബ് നഫ്സക, സ്വന്തം ശരീരത്തെ കണക്ക് കൂട്ടണോട്ടോ. നല്ല സന്തോഷത്തിലും നല്ല അഭിവൃദ്ധിയിലും ഇരിക്കുന്ന നേരത്ത് നാളെ വരാനിരിക്കുന്ന ആ പ്രതിസന്ധിയെ ഓർത്തുകൊണ്ട് നല്ല ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ സ്വന്തം ശരീരത്തെ അവലോകനം ചെയ്യണമെന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് പറയുകയും കത്ത് മുഖേന അറിയിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് മഹാനായ ഇമാം ഗസ്സാലി അവിടുത്തെ ഇഹ്യായിൽ ഈ സംഭവത്തോടനുബന്ധമായി ചേർത്ത് പറയുന്നത് നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് പേര് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാൻ നേരം പ്രത്യേകം ആലോചിക്കേണ്ടത്, ഈ വിഷയമൊക്കെ പഠിക്കുന്ന നേരം പ്രത്യേകം ആലോചിക്കേണ്ടത്, നമ്മെക്കാളും ദീനിയായ കാര്യങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ലക്ഷദ്വീപിലുള്ള മുസ്ലിമീങ്ങൾ. വലിയ തഖ്വയിലും സൂക്ഷ്മതയിലും ഒക്കെ ജീവിക്കുന്ന ധാരാളം മനുഷ്യന്മാരുള്ള ആ പഴയതൊട്ടും കളയാത്ത ആളുകളാണ് ദ്വീപിലുള്ളത്. അവർക്ക് ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഈ കഴിഞ്ഞ 5-6 മാസമായിട്ട് വന്നിരിക്കുന്നത്. അതിന് ഇസ്ലാമിക ജീവിതത്തെ തച്ചു തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വർഗീയ ശക്തികളുടെയും
അതുപോലെ തന്നെ RSSന്റെയും ഒക്കെ കറുത്ത കരങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ആ ലക്ഷദ്വീപിലെ മോമിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും എല്ലാ ദിവസവും ദുആ ചെയ്യണം എന്നതുകൂടി ഇതിനോടൊപ്പം ഞാൻ ചേർത്ത് പറയുകയാണ്. അതും ഒരു അമല് തന്നെയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.